ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ക്ഷീര കർഷകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി 2024-25 ഭാഗമായി കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റയുടെ വിതരണ ഉദ്ഘാടനം നടന്നു. കൊണ്ടാഴി പഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിലെ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം പദ്ധതി പാറമേൽപ്പടി ക്ഷീരസംഘത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഷുറൻസിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു പ്രയാസം വന്നത്. പ്രാവശ്യം ഇൻഷുറൻസ് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. നമ്മൾ ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും ഇൻഷുറൻസിന്റെ കാര്യം നമ്മൾ ചെയ്തു, പഞ്ചായത്ത് ചെയ്തു. പക്ഷേ മൂന്നാമത്തെ വർഷം ആകുമ്പോഴേക്കും അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശം വന്നതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈ വർഷവും നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം, കഴിഞ്ഞ വർഷം നമ്മൾ പശുവിനെ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പശുവും ആടും ഉണ്ട്. പക്ഷെ ആടിന് ചില നിബന്ധനകൾ വന്നതുകൊണ്ട് ചില പ്രയാസങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. എന്തായാലും അത് മറികടക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ആദ്യ വർഷം മുതലേ ക്ഷീര കർഷകർക്ക് അനുഗുണമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷവും അത് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇത്തരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം പശുവിനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആട് വിതരണവും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആടിന്റെ കാര്യത്തിൽ ചില പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും നമ്മൾ ഈ ക്ഷീരമേഖലയെ കുറെ കൂടി സമ്പുഷ്ടമാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഈ ക്ഷീര കർഷകരുടെ ഒരു സംരംഭം തന്നെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ശ്രദ്ധ. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള അധ്യക്ഷത വഹിച്ചു. നേരത്തെ സ്വാഗത പ്രസംഗത്തിലൂടെ നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ 100 ഗുണഭോക്താക്കളാണുള്ളത്. ആ 100 ഗുണഭോക്താക്കൾക്കും അത് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞുകൊണ്ടും കുറെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയും ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയും നിങ്ങളെല്ലാവരും സമ്മതത്തോടുകൂടി ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മായന്നൂർ വെറ്റിനറി ഡിസ്പെൻസറി വെറ്റിനറി സർജൻ ഡോക്ടർ സന്ധ്യ അച്യുതൻ സ്വാഗതമർപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷമോൾ, വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, മെമ്പർമാരായ ഇ കെ മനോജ്, കെ സുദേവൻ, സത്യഭാമ രാധാകൃഷ്ണൻ, പാറമേൽപ്പടി ക്ഷീരസംഘം പ്രസിഡന്റ് ടി എസ് കൃഷ്ണൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഞ്ചായത്തിലെ 100 ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി 50% സബ്സിഡിയോടുകൂടി 3 മാസം 100 കിലോ ഗുണമേന്മയുള്ള കാലിത്തീറ്റ വിതരണം ചെയ്യാനാണ് പദ്ധതിയുടെ ലക്ഷ്യം. 8,40,000 രൂപ അടങ്കൽ വരുന്ന ഈ പദ്ധതിയിൽ 4,20,000 പഞ്ചായത്തിന്റെ വികസന ഫണ്ടും 4,20,000 രൂപ ഗുണഭോക്തൃ വിഹിതവുമാണ്. ഗുണഭോക്താവിന് 100 കിലോഗ്രാം കാലിത്തീറ്റ നൽകി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി സബ് സെന്റർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പ്രദീപ് കെ എ യോഗത്തിൽ നന്ദി അർപ്പിച്ചും സംസാരിച്ചു. സത്യഭാമ മെമ്പർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയും കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി ഈ പദ്ധതിയിൽ നമ്മൾ 100 ഗുണഭോക്താക്കളെയാണ് 100 ഗുണഭോക്താക്കൾക്കാണ് ഈ പ്രാവശ്യം തീറ്റ വിതരണം ചെയ്യുന്നത്. 3 മാസം 2 ചാക്ക് വീതമാണ് തീറ്റ നിങ്ങൾക്ക് വിതരണം ചെയ്യുക. നമുക്കറിയാം ഈ കറവ പശുക്കൾക്ക് ഈ പാലുൽപാദനത്തിനൊക്കെ പോഷക സമൃദ്ധമായ കാലിത്തീറ്റ കൊടുക്കുന്നത് അത്യാവശ്യമാണ്. ഇന്ന് അത് കാലിത്തീറ്റയുടെ വിലയൊക്കെ ഒരുപാട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർക്ക് ഒരു കൈത്താങ്ങായിട്ട് ഇങ്ങനത്തെ ഒരു പദ്ധതി വെച്ചിരിക്കുന്നത്. 100 പേർക്കാണ്. അതിന് 8,40,000 രൂപയുടെ പദ്ധതിയാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. 4,20,000 രൂപ സബ്സിഡിയും 4,20,000 രൂപ ഗുണഭോക്തൃ വിഹിതം. അങ്ങനെയാണ് ഈ പദ്ധതിയുടെ. ന്യൂസ് ഡെസ്ക് CCV.